കൗടില്യൻ്റെ അർത്ഥശാസ്ത്രവും അതുപോലെ തന്നെ പ്ലേറ്റോയും ഒക്കെ ചേർന്ന് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നിരവധി ദാർശനിക ചിന്തകളുമൊക്കെ പൊളിറ്റിക്സ് എന്ന രാഷ്ട്രമീമാംസ എന്ന പഠന തൊഴിൽ മേഖലയെ വളരെ വിശാലമായ ഒരു തലത്തിലേക്ക് എത്തിക്കുകയാണ് ആധുനിക കാലഘട്ടം. എങ്ങനെയാണ് രാഷ്ട്രതന്ത്രജ്ഞന്മാരുടെ തൊഴിലിടങ്ങൾ ഉണ്ടാവുക? എങ്ങനെയാണ് ഈ മേഖലയിൽ വികാസങ്ങൾ ഉണ്ടാവുക? ഭാവിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഏതൊക്കെ തരത്തിലായിരിക്കും? വളരെ വിശാലമായ സാങ്കേതികവിദ്യയുടെ ഈ ലോകത്ത് സാങ്കേതികവിദ്യ ബ്ലെൻഡ് ചെയ്യാതെ ഇന്ന് ഒരു തൊഴിലിടത്തിനും പ്രവർത്തിക്കാൻ കഴിയില്ല എന്നത് സത്യമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വർദ്ധിക്കുന്നു, ബയലാറ്ററൽ എഗ്രിമെൻറ്റുകൾ കൂടുന്നു. ലോകം മുഴുവൻ ഒരു ആഗോള രാജ്യമായിട്ട് മാറുന്ന ഈ കാലഘട്ടത്തിൽ തൊഴിലന്വേഷകരായി പഠന ആവശ്യത്തിനായി നിരവധി ആൾക്കാർ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് അതേപോലെ തന്നെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി നിരവധി ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. നിരവധിയായ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അത് മാർക്കറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സാധ്യതകളും സാഹചര്യങ്ങളും വിശകലനം ചെയ്യുന്ന പ്രൊഫഷണലുകളുടെ ആവശ്യകത വളരെയധികം വർദ്ധിക്കുന്നു. ഇങ്ങനെ വളരെ വിശാലമായ ഒരു തൊഴിൽ മേഖലയായിട്ട് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ സയൻസ് മാറുന്നു എന്നുള്ളതൊരു വാസ്തവമാണെന്ന് മാത്രമല്ല, ആവശ്യത്തിന് പ്രൊഫഷണൽസ് ഇവിടെ ലഭ്യമല്ല എന്നൊരു പ്രത്യേകത കൂടെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇൻ്റർനാഷണൽ സിവിൽ സർവീസ് എന്ന് പറയുന്ന UN സെക്രട്ടേറിയറ്റ്, യുണിസെഫ്, യുനെസ്കോ, IMF, ILO പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പ്രോഗ്രാം ഓഫീസർമാർ, നിരവധി രാജ്യങ്ങളിൽ മറ്റ് പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ആവശ്യമായ പ്രൊഫഷണലുകൾ എന്നീ മേഖലകളിലേക്കൊക്കെ ജോബുകൾ വളരെയധികം സാധ്യതകൾ ഒരുക്കുന്നൊരു മേഖലയാണ്. inspira.un.org എന്ന സൈറ്റിൽ നമ്മുടെ ബയോഡാറ്റ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിക്ക് ഈ മേഖലയിലുള്ള ജോബുകളിലേക്കും അതല്ല അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയാണ് ജോബുകളിലേക്കുമുള്ള തൊഴിലന്വേഷണത്തിനുള്ള സാധ്യതകൾ ഉള്ളപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത്, ലഭ്യമാകുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ് പോലുള്ള സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കായിരിക്കും. ആ മേഖലകളിലേക്ക് പോകുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള ഇക്കോണമികളുടെ സാധ്യതകൾ, വിവിധങ്ങളായിട്ടുള്ള രാജ്യ തന്ത്രജ്ഞതയുടെ വിവിധ വശങ്ങൾ, വിവിധ രാഷ്ട്രങ്ങളുടെ ഹിസ്റ്ററി, ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ, സംസ്കാരങ്ങൾ, സാമ്പത്തിക നിലകൾ, ഭരണാധികാരികളുടെ താല്പര്യങ്ങൾ, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ, ഇങ്ങനെ നിരവധി ഘടകങ്ങൾ പഠന വിധേയമാക്കുകയും ഇതിനെയെല്ലാം താൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി, വർക്ക് ചെയ്യുന്ന സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് ഒരു രാജ്യത്തിൻ്റെ നയതന്ത്ര മേഖലയിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളുടെ പോളിസി അനലിസ്റ്റ് എന്നൊക്കെയുള്ള തൊഴിൽ മേഖലകളിലേക്ക്, സ്വകാര്യ മേഖലകളിൽ കടന്നു ചെല്ലാനായിട്ട് അവസരങ്ങളുണ്ട്. തിങ്ക് ടാങ്ക് എന്ന രീതിയിൽ വർക്ക് ചെയ്യാനും രാജ്യങ്ങൾക്കും കമ്പനികൾക്കും മറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനും വേണ്ടിയിട്ട് ആശയങ്ങൾ അതേപോലെ തന്നെ പ്രോജക്റ്റുകളൊക്കെ വർക്കൗട്ട് ചെയ്ത് കൊടുക്കാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനുമപ്പുറം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു NGOs, ധാരാളം NGOs, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന NGOs ഉണ്ട്. അവർക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്താനും സാധിക്കും. ഇങ്ങനെ നിരവധിയായിട്ടുള്ള മേഖലകളിൽ അവസരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ഈ അവസരങ്ങൾ ഏത് രീതിയിലാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുക? +2 കഴിഞ്ഞൊരു കുട്ടിക്ക് ഡിഗ്രിക്ക് പൊളിറ്റിക്കൽ സയൻസോ ഇൻ്റർനാഷണൽ റിലേഷൻസോ പോലുള്ള സബ്ജക്റ്റുകളിൽ ഡിഗ്രി എടുക്കാനും തുടർന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാനും ഒക്കെയുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പഠന മേഖലകളിൽ, ഇപ്പോൾ തുടർന്ന് ഗവേഷണ മേഖലകൾ, പ്രത്യേക മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. നോർത്ത് ഈസ്റ്റേൺ പോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസ്, ഇങ്ങനെയുള്ള ഓരോ രാജ്യത്തിൻ്റെയും പൊളിറ്റിക്കൽ സിറ്റുവേഷനെ പ്രത്യേകമായി എടുത്തിട്ട് മിഡിൽ ഈസ്റ്റ് പോലുള്ള മേഖലകൾ, ഇവിടുത്തെയൊക്കെ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ പ്രത്യേകമായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരു വ്യക്തി, അയാൾക്ക് കിട്ടുന്ന സാധ്യതകളെ എപ്രകാരമാണ് ഉപയോഗപ്പെടുത്താൻ കഴിയുക? ഒരു മൾട്ടിനാഷണൽ കമ്പനി, ആ മൾട്ടിനാഷണൽ കമ്പനിക്ക് ഇന്ത്യ പോലുള്ളൊരു മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അവർക്ക് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. നമ്മുടെ പോളിസിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായൊരു ധാരണ കിട്ടേണ്ടതായിട്ടുണ്ട്. ആ ധാരണകൾക്കനുസരിച്ചായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ഒരു കമ്പനിയുടെ, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കണോമിക് ഡിസിഷൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഉണ്ടാകുന്നത് എപ്പോഴും പൊളിറ്റിക്കൽ അനലിസ്റ്റുകളുടെ, രാഷ്ട്രീയമായിട്ടുള്ള സ്ഥിതിഗതികളെ അനലൈസ് ചെയ്യുന്ന ആൾക്കാരുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും.
അതൊരു രാജ്യത്തിൻ്റെ സംസ്കാരവും അതേപോലെ തന്നെ ഇക്കോണമിയും അതേപോലെ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ ഒരേപോലെ പഠിച്ച് അനലൈസ് ചെയ്ത് കാലാകാലങ്ങളിൽ അതിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സാഹചര്യങ്ങളെ റിവൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ സാംസ്കാരികമായിട്ടുള്ള, അതായത് രാഷ്ട്രീയ സംസ്കാരം, ആ രാഷ്ട്രീയ സംസ്കാരത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനോടനുബന്ധിച്ച് പ്രതികരിക്കാനും പഠിച്ച് സാഹചര്യങ്ങളെ നേരിടാനുമൊക്കെയുള്ള അവസ്ഥകൾ. പ്രത്യേകിച്ച് നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഒരു പരിരക്ഷ, നയതന്ത്ര പരിരക്ഷ നമുക്കെപ്പോഴും ഉണ്ട്. ആ നയതന്ത്ര പരിരക്ഷ നമ്മുടെ രാജ്യത്തിന് അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രാജ്യത്തിൻ്റെ അഭിപ്രായങ്ങളാണ് നമ്മൾ അവിടെ അവതരിപ്പിക്കപ്പെടുക. രാജ്യത്തോടുള്ള വിയോജിപ്പുകൾ അവർ നമ്മളോട് പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് സമചിത്തതയോടെ ആ സാഹചര്യങ്ങളെ മാനേജ് ചെയ്യാനും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രോപ്പറായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുമുള്ള വലിയൊരു ക്രൈസിസ് മാനേജ്മെൻറ്റ് സ്കില്ല് നമ്മളവിടെ പുലർത്തിയേ പറ്റൂ. മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി എന്ന് പറയുന്നത് വളരെ നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സ് കീപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ രാജ്യത്തിൻ്റെ പെരുമാറ്റങ്ങൾ കൃത്യമായിട്ട് അവരിലേക്ക് കൺവേ ചെയ്ത് ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടത്തേണ്ടത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്, പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിക്കാനുള്ളവർക്ക് ധാരാളം പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയൊക്കെ ഈ മേഖലയിൽ അതിപ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അപ്പം ടാറ്റയും ഒക്കെ ഒരുക്കുന്ന അവസരങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സാധ്യതകളാണ്. ഡിഗ്രി കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് അതിനുശേഷം വേണമെങ്കിൽ ഗവേഷണ ബിരുദമൊക്കെ പാസ്സായതിനു ശേഷം അക്കാഡമിക് മേഖലകളിലേക്ക് പോകാൻ കഴിയും. കമ്പനികളുടെ പോളിസി അനലിസ്റ്റ് എന്ന മേഖലയിൽ പോകാൻ കഴിയും. രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധവുമായി ബന്ധപ്പെട്ട ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള തൊഴിലിടങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയും. കൂടാതെ നമ്മുടെ എനി ഡിഗ്രി എന്ന് പറയുന്ന എല്ലാ മേഖലകളിലും എല്ലാവർക്കും അപ്ലൈ ചെയ്യാമെന്നുള്ളതൊരു ഫാക്റ്റായിട്ട് അവിടെ നിൽക്കുക തന്നെ. സിവിൽ സർവീസിൽ സാധ്യതകളേറെയാണ്. കാരണം സിവിൽ സർവീസിലും ഇന്ത്യൻ ഫോറിൻ സർവീസിലുമുള്ള സാധ്യതകളെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്ക് അപ്ലൈ ചെയ്യാൻ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാമെങ്കിലും ആ തൊഴിലിടവുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയിട്ടുള്ള നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് എന്ന ഒരു ടോപ്പിക്ക് അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർവ്യൂവിലും അതുപോലെ തന്നെ ഓപ്ഷണൽ പേപ്പർ സെലക്ട് ചെയ്യുന്ന മേഖലകളിലുമൊക്കെ നമുക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും. കാരണം കാര്യമായ മാറ്റങ്ങളില്ലാത്തൊരു സബ്ജക്റ്റ് കൂടിയാണിത്. മാറ്റങ്ങൾ വരുന്നത് പ്രോപ്പറായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. കാരണം എന്താ വെച്ചാൽ അത് കറണ്ട് അഫയേഴ്സാണ്. കാലികമായി വരുന്ന എല്ലാ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അല്ലാതെ മുൻകാലങ്ങളിലുള്ളതിനെ കാര്യമായ മാറ്റങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വൺ ടൈം പഠിച്ചത് തന്നെ എല്ലാ ചാൻസിനും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന ഒരു ഗുണം കൂടെ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ നമുക്കുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴത്തേക്കും പൊളിറ്റിക്കൽ സയൻസ് ഒരു സബ്ജക്റ്റായിട്ട് എടുക്കുന്ന കുട്ടികൾക്ക് വളരെയധികം അഡ്വാൻറ്റേജസ് അവിടെ ഉണ്ട് എന്നതൊരു ഫാക്ടറാണ്. ഇൻ്റർവ്യൂവിലായാലും പിന്നെ അതിനപ്പുറം തൊഴിലിടത്തിലേക്ക് ചെല്ലുമ്പോഴും നമുക്ക് സാധ്യത ഏറെയാണ്. നമുക്ക് ആ തൊഴിലിടത്തിൽ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നു. കാരണം നമുക്ക് ആ ഒരു പൊളിറ്റിക്കൽ സയൻസും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം കീപ്പപ്പ് ചെയ്യുന്നതൊക്കെ വളരെ സയൻറ്റിഫിക്കായിട്ട് നമ്മളിവിടെ അക്കാഡമിക്കായിട്ട് പഠിച്ച് പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ ആ സാധ്യതകളെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. ഏതാണ്ട് 5% ആനുവൽ ഗ്രോത്ത് റേറ്റ് ഉള്ള ഒരു മേഖല കൂടിയാണിത്. ഇത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് വളരെയധികം ഉണ്ട്. G20 പോലെയുള്ള, ബ്രിക്സ് പോലെയുള്ള, ASEAN പോലെയുള്ള ഒക്കെ ധാരാളം GCC പോലെയൊക്കെയുള്ള നിരവധി ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ തൊഴിൽ സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സാധ്യതകളെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് NGOs ധാരാളമുണ്ട്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ധാരാളമുണ്ട്. അവിടെ നമുക്ക് സാധ്യതകളുണ്ട്. അങ്ങനെ രാഷ്ട്രീയത്തെ നമുക്ക് തൊഴിലിടത്തിലേക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതിനെക്കുറിച്ച് ആ പഠന മേഖലയുടെ സാധ്യതകളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകളുള്ള ഒരാൾക്ക് ഒരു ഇൻ്റർനാഷണൽ സിറ്റിസൺ എന്ന തലത്തിലേക്ക് അയാളുടെ കരിയറിനെ വളർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പഠന തൊഴിൽ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത.